ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് കാലം ദൈവം നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി തരുന്ന തിരുവചനം യെശയ്യാ പ്രവചനം 48 അധ്യായത്തിൻ്റെ 22 പറയുകയാണ്, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ദുഷ്ടന്മാരാരാണ്? ദൈവത്തെ അറിയാത്തവർ, ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കാത്തവർ, ദൈവത്തിൻ്റെ വചനം അറിഞ്ഞിട്ടും ദൈവവചനപ്രകാരം ജീവിക്കാത്തവർ ദുഷ്ടന്മാരാണ് എന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആണ് സമാധാനത്തിൻ്റെ പ്രഭു എന്ന് യെശയ്യാ പ്രവചനം 9 അധ്യായത്തിൻ്റെ 6 വചനം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമയത്ത് തന്നെ പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ആരാണെന്ന്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. അവൻ്റെ ആധിപത്യത്തിന് വർധനവും സമാധാനത്തിനും അവസാനമുണ്ടാകുകയില്ല. അപ്പം ക്രിസ്തുവാണ് സമാധാനത്തിൻ്റെ പ്രഭു. ക്രിസ്തു കൂടെ ഇല്ലാത്തവരാണ് ദുഷ്ടന്മാർ. ദുഷ്ടന്മാർക്ക് എന്തില്ല എന്നാണ് നമ്മൾ വായിച്ചത്? സമാധാനമില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെയും നമുക്ക് നോക്കിയാൽ യോഹന്നാൻ്റെ സുവിശേഷം 14 അധ്യായത്തിൻ്റെ 27 വചനം നമ്മൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ലോകത്തെ അന്വേഷിക്കുന്നവർക്ക് ആരാണ് ദുഷ്ടന്മാരെന്ന് പറയുന്നത്? ലോകം തരുന്ന സമാധാനം നിലനിൽക്കുന്നതല്ല, നശിച്ചു പോകുന്ന സമാധാനമാണ്. എന്നാൽ ക്രിസ്തു തരുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. നമ്മൾ ദുഷ്ടതയിലേക്ക് പ്രവേശിക്കുവാനിടയാകാതെ കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഹിതം ചെയ്ത് ദൈവത്തിൻ്റെ മക്കളായി മാറുവാൻ ദൈവം തമ്പുരാൻ ഈ വചനം മൂലം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.